കേക്കിൽ ഷാർപ്പ് എഡ്ജും ഫ്ലവേഴ്സ് ഡിസൈൻസ് ഒക്കെ, അതായത് ക്രീം നല്ല ഡാർക്കായിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഫോട്ടോസും വീഡിയോസും കാണുന്ന സമയത്ത് വരുന്ന ഡൗട്ട്സ് ആണ് ഏത് ക്രീമാണ് ബീറ്റ് ചെയ്തത്, നല്ല ഷൈനിങ് ഉണ്ടല്ലോ, നല്ല കറക്റ്റ് സ്റ്റിഫ്നെസ് ആണല്ലോ, ഡാർക്ക് കളേഴ്സ് കൊടുത്തിട്ട് പോലും ലൂസ് ആയിട്ടില്ലല്ലോ. നമ്മൾ ആ ഒരു ക്രീം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ്സിൽ കറക്റ്റ് തണുപ്പ് കൂളിംഗ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ബീറ്റിംഗ് സമയത്ത് ഇതുപോലെ നല്ല കറക്റ്റ് സ്റ്റിഫ്നെസ്സിൽ കിട്ടും. ഇനി അഥവാ ഓവർ ബീറ്റ് ആയി പോയാലോ, കുറച്ച് ബീറ്റ് ചെയ്യാത്ത ഒരു സ്പൂണ് ക്രീം ജസ്റ്റ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വേവ്സ് വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ക്രീംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാമറയാണ് കേട്ടോ. പക്ഷെ അത് വിപ്പിംഗ് ക്രീം ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര സ്യൂട്ടായിട്ട് പറയില്ല, ഒരു പിരിഞ്ഞ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. അത് ഫിയോണയാണ് നമുക്ക് നമ്മുടെ ഗനാഷൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ്. ഫിയോണ നമ്മൾ കേക്കിനും എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നല്ല അടിപൊളി ക്രീമാണ്.